1975-ൽ അമേരിക്കയിലേക്ക് താമസം മാറ്റിയ ശേഷമാണ് തിരുവല്ല പഴയ വീട്ടിൽ ബേബി ക്രൈസ്തവ ദേവാലയങ്ങളുടെ അൾത്താരകൾ രൂപകൽപ്പന ചെയ്തു തുടങ്ങിയത്. 35 വർഷങ്ങൾക്കിപ്പുറം വിവിധ രാജ്യങ്ങളിലായി 75-ൽ പരം ദേവാലയങ്ങളുടെ അൾത്താര ഒരുക്കി. അവധിക്ക് നാട്ടിലെത്തിയ ബേബി പല പ്രമുഖ ദേവാലയങ്ങളുടെയും അൾത്താര രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. പുതുപ്പള്ളിപ്പള്ളി, പരുമലപ്പള്ളി മുതലായ ദേവാലയങ്ങളുടെ അൾത്താര ഡിസൈൻ ചെയ്യുന്നതിനുള്ള പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. പരുമലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്, സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ബാബാതിരുമേനി പറഞ്ഞതനുസരിച്ച് സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പുതുപ്പള്ളി പള്ളി വിളിച്ചിട്ടുണ്ട്, പോയി കണ്ടില്ല. പോയി അടുത്ത ആഴ്ച ഒന്ന് പോയി കണ്ടിട്ട് അത് തീരുമാനിക്കുള്ളൂ വേണോ വേണ്ട എന്നുള്ളത്. 1960-കളിലായിരുന്നു തിരുവല്ല ബേബി സിനിമയിൽ കലാസംവിധായകനായി തുടക്കം കുറിച്ചത്. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത പാടാത്ത പൈങ്കിളിയായിരുന്നു ആദ്യ ചിത്രം. തുടർന്ന് നെല്ല്, മായ, ജീസസ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളടക്കം 47 ചിത്രങ്ങളുടെ കലാസംവിധായകനായി. സിനിമാ രംഗത്തേക്ക് മടങ്ങി വരണമെന്നാണ് ഈ കലാകാരൻ്റെ ആഗ്രഹം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സിനിമയായിട്ടാണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. പണ്ട് മുതലേ സിനിമ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഹരമായിരുന്നു. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ് ഭരതൻ. ആർട്ട് അസിസ്റ്റൻ്റായിരുന്നു ഭരതൻ ആദ്യം എൻ്റെ കൂടെ. വിദേശത്ത് കരാറിലേർപ്പെട്ടിരിക്കുന്ന വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷം സിനിമാ ചർച്ചകൾ ആരംഭിക്കുവാനാണ് ബേബിയുടെ ലക്ഷ്യം. ക്യാമറമാൻ അഭിലാഷ് ചെറുക്കടവനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, തിരുവല്ല.